തൻ്റെ കത്ത്. അമ്മ പൊന്നമ്മയല്ലമ്മേ തങ്കമ്മ, ഒരു ഡീസൽ കൂട്ടുകാരി. 2026 ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ഇളകി മറിയുകയാണ്. അർജന്റീനയെ ഒരു ഗോളിന് തോൽപ്പിച്ച സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം. സ്പെയിൻ ടീമിൻ്റെയും ആരാധകരുടെയും വിജയ ആരവങ്ങൾക്കും അർജന്റീനയുടെയും മെസ്സി ഫാൻസിൻ്റെയും ആർത്തനാദങ്ങൾക്കുമിടയിലൂടെ തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡലും കയ്യിലുയർത്തി ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിൻ്റെ അരികിലൂടെ ഒരാൾ ഓടുകയാണ്. അയാളുടെ പേരാണ് നിക്കോ വില്യംസ്. ആഫ്രിക്കയിൽ വംശജനായ സ്പാനിഷ് ഫുട്ബോൾ ടീം അംഗം. ഇക്കഴിഞ്ഞ ജൂലൈ 12 24-ാം പിറന്നാൾ ആഘോഷിച്ച് മകനെ എന്ന വിളിയുമായി ഗാലറിയിൽ നിന്നും ഇരു കൈകളും നീട്ടി നിന്ന മറിയ ആദർ എന്ന അവൻ്റെ അമ്മയെ കണ്ടതും ഏറെ തന്നെ മികലോടെ നിക്കോ തൻ്റെ അമ്മയുടെ കഴുത്തിൽ ചാത്തി. ചുറ്റും പൊതിഞ്ഞ ചാനലോട് പറഞ്ഞു, കളിക്കളത്തിൽ എനിക്ക് വളരെ വേഗം ഓടാൻ കഴിയും, എന്നാൽ എനിക്ക് എൻ്റെ അമ്മയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാടായി ആഫ്രിക്കയിലെ ഘാനയിൽ നിന്ന് രക്ഷപ്പെട്ട സഹാറ മരുഭൂമി താണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. അതിനാൽ എൻ്റെ അമ്മയ്ക്കാണ് ഈ മെഡലിന് എന്നെക്കാളും അർഹത. പ്രിയ കൂട്ടുകാരെ, ലോകം കോരിത്തെറിച്ചിരുന്ന അൽമോമ നിമിഷമാണിത്. നിക്കോ പറഞ്ഞത് സത്യമാണ്. ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഘാനയിൽ നിന്നും അഭയാർത്ഥികളായ സഹാറ മരുഭൂമി കാൽത്താണ്ടി നടന്ന സ്പെയിനിലെത്തിയ ഫെലിക്സ് വില്യംസിൻ്റെയും മരിയ ആദറിൻ്റെയും മക്കളാണ് സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ ഇനാക്കി വില്യംസും നിക്കോ വില്യംസും. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഘാനയിൽ നിന്ന് സഹാറ മരുഭൂമി വഴി സ്പെയിനിലെത്തുവാനുള്ള ദൂരം ഗൂഗിൾ മാപ്പിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5700 മുതൽ 6000 കിലോമീറ്റർ ദൂരമാണ് ആ മാതാപിതാക്കൾ നടന്നത്. കാൽനടയായി നടന്നാൽ ഏകദേശം 130 മുതൽ 150 ദിവസങ്ങൾ നിർത്താതെ നടക്കണം. ഈ ദൂരം പൂർത്തിയാവാൻ ഒരുപക്ഷെ അവർ ഘാനയിൽ നിന്നും അൾജീരിയയിലൂടെ സഹാറ കടന്ന് ഒരാളിൽ നിന്ന് കപ്പൽ കയറി അൽഖാൻ്റെ തീരത്തിറങ്ങി അഗസ്റ്റയിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ വെസ്റ്റ് സഹാറ വഴി നടന്ന മൊറോക്കോ കടന്ന് ജീബ്രോൾട്ടർ കടലിടുക്കിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. കൂട്ടുകാരെ, നിങ്ങളുടെ ഇന്നലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നടത്തിച്ചിരുന്ന ഇന്നലെ എത്ര പേർക്ക് അറിയാം? എൻ്റെ മാതാപിതാക്കളും നിങ്ങളുടെ മാതാപിതാക്കളും ജീവിതത്തിൽ നിരവധി സഹാറ മരുഭൂമി യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ് തീർച്ച. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ പലപ്പോഴും 60 ഡിഗ്രിയാണ് ചൂട്. ചുറ്റുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ കൊടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേരുന്ന കനാൻ നാട്ടിൽ തേനും പാലും ഒഴുകുകയെന്ന് ഓരോ കിതപ്പിലും പ്രാർത്ഥിച്ച് വിയർത്തൊലിച്ച് നടന്നത് നിക്കോയുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെയും മാതാപിതാക്കളാണ്. കടബാധികളുടെയും രോഗങ്ങളുടെയും പരാജയ ഭീതികളുടെയും ജീവിത ഭണ്ഡാരവുമായി ജീവിതത്തിൽ സഹാറ താണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിൻ്റെയും തേനരുവികളും സത്യസന്ധതയുടെയും വെണ്മമേഘങ്ങളും വിശ്വസ്തതയുടെയും ദീപസ്തംഭങ്ങളും മക്കളായ നമുക്ക് കഴിയണം. അവരുടെ അധ്വാനത്തിൻ്റെ അളവറിയണം. അവർ നമുക്കായി താണ്ടിയ സഹാറകളുടെ ദൂരം അറിയണം. അപ്പോൾ തൻ്റെ പൊന്നായ അമ്മയോളം വരില്ല ഈ പൊന്നിൻ്റെ മെഡൽ എന്ന് തിരിച്ചറിഞ്ഞ നിക്കോയെ പോലെ നമുക്ക് നമ്മുടെയും കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിര പരിശ്രമത്തിൻ്റെ വേർപ്പുകളും പതിച്ച ജീവിതമാകുന്ന മെഡൽ പറ്റി നമുക്ക് പറയാൻ കഴിയണം. അമ്മ പൊന്നല്ലമ്മേ തങ്കമ്മയാണ്. തനി തങ്കം കൊണ്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച എൻ്റെ അമ്മ. സ്നേഹ ആശംസകളോട് സ്വന്തം കൊച്ചേട്ടൻ.